നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സംസാര മികവ് കൊണ്ട് സങ്കീർണമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. മനസ്സിന് വേഗതയും ദ്രുതഗതിയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പ്രേരണതയും അനുഭവപ്പെടും. പ്രൊഫഷണൽ രംഗത്ത് ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ അനുയോജ്യമായ ദിനമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മനസ്സിന് ശാന്തതയും ആന്തരിക സ്ഥിരതയും അനുഭവപ്പെടും. കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. സാമ്പത്തിക ആസൂത്രണങ്ങളിൽ പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നത് ദീർഘകാല ഭദ്രത ഉറപ്പാക്കുവാൻ സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുവാനും സുഹൃത്തുക്കളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും സമയം കണ്ടെത്തും. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മുൻഗണന നിശ്ചയിച്ച് പ്രവർത്തിക്കുന്നത് മനഃശാന്തിയും നിർവഹണ മികവും തരും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും മികച്ച വളർച്ചയ്ക്കുള്ള പാത തെളിയും. സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കും. പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളും തുകകളും കൈവശമെത്തും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കർമ്മസ്ഥാനത്ത് ചന്ദ്രന്റെ സ്ഥിതി പുതിയ ഔദ്യോഗിക അവസരങ്ങൾ നൽകും. സ്ഥാപന മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും തേടിയെത്തും. ദാമ്പത്യ ഐക്യവും പൊതുസമൂഹത്തിൽ കീർത്തിയും വർദ്ധിക്കുന്ന ദിനമാണ്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മനസ്സിൽ ശുഭാപ്തി വിശ്വാസം നിറയും. മുടങ്ങിപ്പോയ പ്രധാന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. നിയമപരമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തുന്നതും ആഹാരക്രമത്തിൽ കരുതൽ നൽകുന്നതും ദിനചര്യകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് മുൻകരുതലുകൾ എടുക്കുവാൻ സാധിക്കും. യാത്രകളിലും ഡ്രൈവിംഗിലും കൃത്യമായ ശ്രദ്ധയും നിർദ്ദേശങ്ങളും പാലിക്കുക. അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കി കാര്യങ്ങളെ ശാന്തതയോടെ സമീപിക്കുന്നത് നന്ന്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പങ്കാളിത്ത ബിസിനസ്സിലും ദാമ്പത്യ ജീവിതത്തിലും മികച്ച സൗഹാർദ്ദം ഉറപ്പാക്കുവാൻ സാധിക്കും. നയതന്ത്രപരമായ സംസാരത്താൽ പൊതുസമൂഹത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കും. പുതിയ ഭവനം, വാഹനം എന്നിവ സ്വന്തമാക്കുവാനുള്ള പ്രയത്നങ്ങൾ വിജയിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്തുവാനും എതിർപ്പുകളെ മറികടക്കുവാനും സാധിക്കും. തൊഴിൽ സ്ഥലത്ത് തടസ്സങ്ങൾ നേരിട്ടാലും യുക്തിപൂർവമായ തീരുമാനങ്ങളിലൂടെ അവയെ അതിജീവിച്ച് വിജയം സ്വന്തമാക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പഠനത്തിലും കലാപരമായ കാര്യങ്ങളിലും തിളങ്ങാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിലും സന്താനങ്ങളുടെ കാര്യങ്ങളിലും ആവശ്യമായ കരുതലുകൾ നൽകുകയും വൈകാരിക സന്തുലിതാവസ്ഥ പാലിക്കുകയും ചെയ്യുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഭവനം, വാഹനം, വസ്തുവകകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കും. ശാരീരികമായ അസ്വസ്ഥതകൾ വരാതെ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതും കൃത്യമായ വിശ്രമം കണ്ടെത്തുന്നതും ഉന്മേഷം നൽകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും. യാത്രകൾ കൊണ്ടും കാര്യക്ഷമമായ ആശയവിനിമയങ്ങൾ കൊണ്ടും സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.